വീട്ടിലുറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണ്ണപാദസരവും മൊബൈൽ ഫോണുകളും കവർന്ന കേസിൽ 3 പേർ പിടിയിൽ. തലക്കട്ടൂർ ഹാജിപ്പടി മുണ്ടത്തോട് നൌഷാദ്, പരിയാപുരം കുഞ്ഞോട്ട് വിജിലാൽ, വൈലത്തൂർ മാങ്ങോടി മുഹമ്മദ് സഹൽ എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 18 രാത്രി 12 ശേഷമാണ് ഒഴൂർ തലക്കട്ടൂർ സ്വദേശിനിയുടെ 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണപാദസരവും 2 മൊബൈൽ ഫോണുകളും യുവതിയുടെ അയൽവാസിയായ നൌഷാദ് മോഷ്ടിച്ചത്. വീട്ടിലെ ഹാളിൽ ഉറങ്ങുകയായിരുന്ന യുവതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ക്യാമറകളും ഫോൺ കോളുകളും പരിശോധിച്ചുമാണ് പ്രതിയിലേക്കെത്തിയത്. വിജിലാൽ, മുഹമ്മദ് സഹൽ എന്നിവരുടെ സഹായത്തോടെയാണ് മോഷണ മുതലുകൾ വിൽപ്പന നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. വീടിന്റെ ബാത്റൂമിനടുത്തുള്ള സ്ലാബിൽ കയറി ജനൽ വഴി അകത്തു കയറുകയും ഉറങ്ങിക്കിടന്ന യുവതിയുടെ കാലിലെ പാദസരം വീട്ടിൽ മത്സ്യം മുറിക്കുന്ന കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയുമായിരുന്നുവെന്ന് നൌഷാദ് പോലീസിനോട് പറഞ്ഞു. പ്രതികളെ മോഷണം നടത്തിയ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. നൌഷാദും സംഘവും MDMAയും കഞ്ചാവും സ്ഥിരം ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി വിൽപ്പന സംഘത്തിലെ കണ്ണികളാണെന്നും നൌഷാദ് മോഷണം നടത്തിയ മുതലുകൾ വിൽപ്പന നടത്തി കിട്ടുന്ന പണം കൊണ്ട് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ടോണി ജെമറ്റം, SI NR സുജിത്, ASI നിഷ, സീനിയർ CPOമാരായ സെബാസ്റ്റ്യൻ, K സലേഷ്, രാജേഷ്, ലിബിൻ, ഷിബിൻ, സാജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈസ്റ്റ് ലൈവ്, താനൂർ.